ഹലോ, ഗുഡ് മോർണിംഗ്. ബൈബാക്ക് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് എന്ന ബൈബാക്ക് നടത്തുന്ന സെക്കൻഡ് മെത്തേഡ് പ്രകാരം രണ്ട് രീതികളായിരുന്നു ബൈബാക്ക് നടത്താനുണ്ടായിരുന്നത്. ബൈബാക്ക് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബൈബാക്ക് ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. നോക്കാം. ഫസ്റ്റ് മെത്തേഡ്, ബൈബാക്ക് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Under this method, a company can buy back its shares at the prevailing quoted price in the stock exchange. ഈ മെത്തേഡ് പ്രകാരം ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന ആ കമ്പനിയുടെ ഷെയർ തന്നെ തിരിച്ചു വാങ്ങിക്കുന്ന രീതിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന കമ്പനിയുടെ ഷെയർ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കുന്നു. പബ്ലിക്കിന് ഓഫർ ചെയ്തിരുന്ന കമ്പനിയുടെ ഷെയർ തന്നെ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന തിരിച്ചു വാങ്ങിക്കുന്ന രീതിയാണ് ബൈബാക്ക് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ബൈബാക്ക് നടത്തുന്ന സമയത്ത് ഇവിടെ പറയുന്നത് നോക്കുക. ബൈബാക്ക് ഇറ്റ്സ് ഷെയർസ് അറ്റ് ദ പ്രിവൈലിംഗ് കോട്ടഡ് പ്രൈസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ആ കമ്പനിയുടെ ഷെയറിന് നിലവിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള പ്രിവൈലിംഗ് കോട്ടഡ് പ്രൈസ് എന്താണോ, നിലവിലുള്ള കോട്ടഡ് പ്രൈസ് എന്താണോ ആ കോട്ടഡ് പ്രൈസിനായിരിക്കും കമ്പനി എന്ത് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന കമ്പനിയുടെ ഷെയർ തന്നെ തിരിച്ചു വാങ്ങിക്കുന്നത്. ഓക്കെ. The buyback is made only on stock exchange with electronic trading facility. നിലവിൽ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും ട്രേഡിംഗ് നടത്തുന്നത് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി മുഖേനയാണ്. അതുപോലെ തന്നെയാണ് ബൈബാക്ക് നടത്തുന്നത്. ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി മുഖേനയാണ് ബൈബാക്ക് നടത്തുന്നത്. ഇതാണ് ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. ബൈബാക്ക് ഈസ് മെയ്ഡ് ഓൺലി ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്ത് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി. ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റിയിലൂടെ തന്നെയാണ് ബൈബാക്കും നടത്തുന്നത്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കമ്പനിയുടെ ഷെയറിൻ്റെ പ്രിവൈലിംഗ് കോട്ടഡ് പ്രൈസ് എന്താണോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ളത്, ആ പ്രിവൈലിംഗ് കോട്ടഡ് പ്രൈസിന് കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്നു. ഓക്കെ. അവിടെ ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി മുഖേനയാണ് തിരിച്ചു വാങ്ങിക്കുന്നത്. നമുക്കറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണെങ്കിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണെങ്കിലും ഒക്കെ എന്താണ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി ഏതാ? ബോൾട്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലൈൻ ട്രേഡിംഗ് എന്നുള്ളത് BOLT അല്ലേ, BOLT, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലൈൻ ട്രേഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അതിൻ്റേതായിട്ടുള്ള ഓൺലൈൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതിലൂടെയാണ് ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബൈബാക്ക് നടത്തുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ഫെസിലിറ്റി മുഖേനയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, ബൈബാക്ക് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കമ്പനിയുടെ ഷെയർ തന്നെ തിരിച്ചു വാങ്ങിക്കുന്നത് നിലവിലുള്ള പ്രിവൈലിംഗ് കോട്ടഡ് പ്രൈസിനായിരിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് മെത്തേഡാണ് ബൈബാക്ക് ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ഈ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുകയാണ്, ബൈബാക്ക് നടത്തുകയാണ്. അപ്പം ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെബി ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്ട്രെങ്തനിങ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ മെത്തേഡ് പ്രകാരമുള്ള ബൈബാക്കിനെയാണ് ബൈബാക്ക് ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കുക. അണ്ടർ ദിസ് മെത്തേഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫേഴ്സ് ദെയർ ഷെയർസ് അറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ willing to sell their shares within a specified price range by the company. കമ്പനി സ്പെസിഫൈ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടായിരിക്കും. ആ പ്രൈസ് റേഞ്ചിനകത്ത് നിന്നുകൊണ്ട് ഒരു ഷെയർ ഹോൾഡർക്ക് അയാളുടെ ഷെയർ വിൽക്കാൻ അയാൾ വില്ലിങ് ആവുന്ന ഒരു പ്രൈസിന് അയാൾക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് തന്നെ അയാളുടെ ഷെയർ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോ ദ ഷെയർ ഹോൾഡർ ഡിസൈഡിങ് ദ പ്രൈസ് ഓഫ് ഷെയർസ്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞിരുന്നു ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ എന്നുള്ളത് അല്ലേ. ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ എന്നുള്ള കേസിൽ പറഞ്ഞപ്പം, സോ ദ കമ്പനി ഡിസൈഡിങ് ദ പ്രൈസ്, കമ്പനി ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ഞങ്ങളൊരു ഷെയർ വിറ്റിരുന്നു, അതിപ്പം 110 രൂപയ്ക്ക് ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ആ ഷെയർ കമ്പനിക്ക് തന്നെ തിരിച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ തരാം
ഇതാണ് എന്തിൽ ചെയ്തിരുന്നത്, ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫറിൽ ചെയ്തിരുന്നത്. പക്ഷേ ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൽ പറയുന്നത് സോ ദ ഷെയർ ഹോൾഡർ ഡിസൈഡിങ് ദ പ്രൈസ് ഓഫ് ഷെയറിൻ്റെ വില ഷെയർ ഹോൾഡറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡർ ഡിസൈഡ് ചെയ്യുമ്പം അവിടെ പറയുന്നുണ്ട് കമ്പനി സ്പെസിഫൈ ദ പ്രൈസ് റേഞ്ച്. കമ്പനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ഡിസൈഡ് ചെയ്തിരിക്കും. 100 രൂപ വിലയുള്ള ഷെയർ ആണെങ്കിൽ 100 മുതൽ 110 വരെയുള്ള വിലക്കകത്ത് നിങ്ങൾ എത്ര രൂപക്കാണോ നിങ്ങളുടെ ഷെയർ തിരിച്ച് കമ്പനിക്ക് തരാൻ താല്പര്യമുള്ളത്. അപ്പോൾ ഒരാൾ 105 രൂപക്ക് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾ 107 രൂപക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് പ്രൈസ് റേഞ്ച് കമ്പനി ഡിസൈഡ് ചെയ്യും. ആ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിനകത്ത് നിന്നുകൊണ്ട് ഒരു ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യാം, അയാളുടെ ഷെയറിൻ്റെ വില ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് ഈ വിലക്ക് നിങ്ങളുടെ ഷെയർ ഞങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു തരാൻ താല്പര്യമുണ്ട് എന്നൊരു ഷെയർ ഹോൾഡർക്ക് പറയാം. അപ്പോൾ കമ്പനി വില്ലിംഗ് ആണെങ്കിൽ ആ ഷെയർ എന്ത് ചെയ്യും, കമ്പനി തന്നെ തിരിച്ചു വാങ്ങിക്കും. ഈ രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് തീരുമാനിക്കാം. അതാണ് എന്ത് ചെയ്യുന്നത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോ ഷെയർ ഹോൾഡർ ഡിസൈഡിങ് ദ പ്രൈസ് ഓഫ് ഷെയർ ഹോൾഡറാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സോ ദ കമ്പനി സ്പെസിഫൈഡ് എ പ്രൈസ് റേഞ്ച്. കമ്പനി ഒരു പ്രൈസ് റേഞ്ച് തീരുമാനിക്കുന്നുണ്ട്, ഇത്ര മുതൽ ഇത്ര വരെയുള്ള വിലക്കകത്തായിരിക്കണം നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന വില. അപ്പോൾ ആ റേഞ്ചിനകത്ത് നിന്നുകൊണ്ട് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്, ആ കമ്പനി പറയുകയാണ് നിങ്ങൾ 100 രൂപക്ക് വാങ്ങിയിരുന്ന ഷെയറാണ്, അതിപ്പം 100 മുതൽ 110 വരെയുള്ള വിലക്കകത്ത് ഏത് വിലക്കും കമ്പനി തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, 100 രൂപക്ക് വാങ്ങിച്ചത് ഒരു 107 രൂപക്ക് നമ്മൾ ആ കമ്പനിയുടെ ഷെയർ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ വില്ലിങ് ആവാം. ചില ആളുകൾ 105 രൂപക്ക് കൊടുക്കാൻ വില്ലിങ് ആവാം, ചില ആളുകൾ 110 രൂപ തന്നെ പറയാം അല്ലേ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഡിസൈഡ് ചെയ്യും നമ്മുടെ ഷെയറിന് ഇത്ര രൂപക്ക് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ തയ്യാറാണ്. ആ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക, അവരുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിൻ്റെ വില ഫിക്സ് ചെയ്യുന്നതിനുള്ള ഒരു ഓഫർ കൊടുക്കുന്ന രീതിയാണ് അല്ലേ ഈ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ടും പറയുന്നുണ്ട്, സോ ദ ഷെയർ ഹോൾഡർ ഓഫേഴ്സ് ദെയർ ഷെയർസ് അറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ വില്ലിംഗ് ടു സെൽ. അവർ എത്ര രൂപക്കാണോ വില്ലിംഗ് ആവുന്നത് ഷെയർ വിൽക്കാൻ, ഷെയർ ഹോൾഡർ എത്ര രൂപക്കാണോ അയാളുടെ ഷെയർ തിരിച്ചു കൊടുക്കാൻ വില്ലിംഗ് ആവുന്നത്, ആ ഷെയർ വിലക്ക് എന്ത് ചെയ്യും, കമ്പനി അത് തിരിച്ചു വാങ്ങിക്കും. അവിടെ കമ്പനി സ്പെസിഫൈ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫൈഡ് പ്രൈസ് റേഞ്ച് ഉണ്ടായിരിക്കും, അതിനകത്തായിരിക്കണം അത്. ആ രീതിയിലാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. സോ ദ കമ്പനി വിൽ റിസീവ് ദ ഓഫേഴ്സ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യുക, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യും, ഷെയർ ഹോൾഡറുടെ ഓഫർ കമ്പനി ആക്സെപ്റ്റ് ചെയ്യുന്നിട്ട് ആ ഷെയർ തിരിച്ചു വാങ്ങിക്കും. ഈ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് ബൈബാക്കിനകത്ത് ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ ആൻഡ് ബൈബാക്ക് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫറിൽ എന്താണ്, ഒരു കമ്പനി എന്ത് ചെയ്യുവാണ്, ബൈബാക്ക് ഇറ്റ്സ് ഷെയർസ് ബൈ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ എ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ആ കമ്പനിയുടെ തന്നെ ഷെയർ തിരിച്ചു വാങ്ങിക്കുന്നു. അവിടെ കമ്പനി ഡിസൈഡിങ് ദ പ്രൈസ് ഓഫ് ഷെയർ, കമ്പനിയാണ് ഷെയറിൻ്റെ വില ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബൈബാക്ക് ഫ്രം ഓപ്പൺ മാർക്കറ്റിനകത്ത് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്, ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.